എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് കണ്ണിമാങ്ങ, കടുമാങ്ങ എന്ന് പറയും, അച്ചാറാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണല്ലേ ഈ കടുമാങ്ങ അച്ചാർ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പം പൊഴിഞ്ഞ് വീണ കണ്ണിമാങ്ങയാണ് കേട്ടോ. നമ്മൾ കൊഴിഞ്ഞ് താഴെ വീഴുമല്ലോ, ആ കണ്ണിമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് കല്ലുപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിത് ഇട്ട് വെച്ചിട്ട് 8 ദിവസമായിട്ടുണ്ട് കേട്ടോ. കണ്ണിമാങ്ങ തയ്യാറാക്കുമ്പം ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഇത് പൂത്തു പോകുന്നു എന്നുള്ളതല്ലേ. അപ്പം പുറത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ഉണ്ടാക്കി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ വേഗം തന്നെ ഒന്ന് ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് എല്ലാവരും ഇപ്പോൾ വയ്ക്കുന്നുണ്ട്. അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കൊരുപാട് നാൾ ഒട്ടും പൂക്കാതെ ചീത്തയായി പോകാതെ നമുക്ക് ഈ കടുമാങ്ങ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചാൽ അടുത്ത വർഷം വരെ നമുക്ക് യാതൊരു കേടു കൂടാതെ കഴിക്കാൻ പറ്റും. ഇനി കൊഴിഞ്ഞു വീഴുന്ന കണ്ണിമാങ്ങ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു കുപ്പിക്കകത്തേക്ക് കല്ലുപ്പിട്ടിട്ട് എടുത്തു വെച്ചാൽ മതി. ഓരോ ദിവസവും കിട്ടുന്നത് നമ്മൾ അതിനകത്തേക്ക് ഒന്നിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനി ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനകത്തെ ആ വെള്ളം ഉണ്ടല്ലോ, ആ കണ്ണിമാങ്ങയിലുള്ള വെള്ളം നമ്മൾ ഒന്നൊരു പാത്രത്തിനകത്തേക്ക് അരിച്ചൊഴിക്കണം. അത് അരിച്ച് തന്നെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഒക്കെ അതിനകത്ത് കാണും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു കണ്ണിമാങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ കണ്ണിമാങ്ങ ഇടുന്ന പാത്രം നന്നായിട്ട് തുടച്ചിട്ടെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും അങ്ങനെ പാടില്ല. ഇനി നമ്മളിതിനകത്തുനിന്ന് കേടായ കണ്ണിമാങ്ങ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അത് കേടായി കിട്ടി എന്താ വെച്ചാൽ ഇതിപ്പം താഴെ വീണ കണ്ണിമാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം പൊട്ടലൊക്കെ ഉള്ള ചിലതുണ്ടാവും. അത് നമ്മൾ ഈ ഉപ്പിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഉടഞ്ഞു പോവും. അങ്ങനത്തെ കണ്ണിമാങ്ങയൊന്നും ഈ കറി ഉണ്ടാക്കുമ്പോൾ എടുക്കരുത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അതിനകത്തേക്ക് ഒരെണ്ണ അല്ലേ എന്ന് വിചാരിച്ചിടുമ്പോഴാണ് നമ്മുടെ ഈ കറി കേടായി പോണത് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റിയപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുറേ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസവും പെറുക്കി എടുക്കുമ്പം ചിലത് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ഒരേ വലിപ്പമൊന്നും വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. അങ്ങനെ തന്നെ നമുക്ക് പല വലിപ്പത്തിലുള്ളതൊക്കെ ഇരുന്നോട്ടെ. ഇനി ഇതിനകത്തേക്കുള്ള പൊടികൾ. ആദ്യം വേണ്ടത് കടുകാണ്. കടുമാങ്ങയാണല്ലോ, അത്യാവശ്യം കുറച്ച് കടുക് ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ പൊടിച്ചെടുത്തിരിക്കുകയാണ്. തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കടുമാങ്ങ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുക. കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കേണ്ടത് കായാണ്. അപ്പോൾ കായം ഞാൻ കായത്തിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. നമ്മുടെ മുഴുവൻ കായം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതാ വെച്ചാൽ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ കായം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രം നന്നായിട്ട് തുടച്ചെടുക്കുക. ഇപ്പോൾ വെയിലൊക്കെയുള്ള സമയം ഇതുകൊണ്ട് സ്റ്റീൽ പാത്രം ഒന്ന് തുടച്ചിട്ട് വെയിലത്തും കൂടെ വെച്ചോളൂ കേട്ടോ. ആ വെള്ളമയം എല്ലാം മാറി കിട്ടും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും അതേ അളവിൽ തന്നെയാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മറ്റേ മുളക് പൊടിക്ക് എരിവൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടിയുടെ എരിവൊക്കെ ഏകദേശം അറിയാൻ പറ്റും എല്ലാവർക്കും. അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പം 2 മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടുക്. ഈ കടുക് നമ്മൾ പൊടിച്ചെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പൊടിഞ്ഞു പോകരുത്. അത്യാവശ്യം ആ തരി ഒക്കെ അതിനകത്ത് വേണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, കടുമാങ്ങയിൽ അത് പൊതിഞ്ഞിരിക്കുമ്പോഴാണ് കാണാനും പിന്നെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. അത് ഞാൻ 3/4 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ഇതിനകത്തേക്ക് വേഗം ഇതൊഴിച്ചിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. പൊടി തന്നെ നമ്മളിത് കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതായത് നമ്മൾ മാങ്ങ ഇട്ട് വെച്ച ആ ഒരു വെള്ളം, ആ വെള്ളം വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം തന്നെ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്കതിൻ്റെ അളവ് അറിയാൻ പറ്റില്ല, ഒരുപാട് ലൂസായിപ്പോവും. കടുമാങ്ങ എല്ലാവർക്കും അറിയാം അത്യാവശ്യം കുറച്ച് തിക്കോട് കൂടിയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാത്രം വേണം
ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ചിലർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ നമ്മൾ ഈ കടുമാങ്ങ തയ്യാറാക്കി വച്ചിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും അത്യാവശ്യം വെള്ളം അതിനകത്തുനിന്ന് ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് നമ്മൾ എടുത്തു വെച്ചാൽ ഒത്തിരി ലൂസായി പോവും. പിന്നെ നമ്മൾ ആ ചേർത്ത് കൊടുത്തതൊന്നും നമ്മുടെ ആ മാങ്ങയിലേക്ക് പിടിക്കില്ല. അതുകൊണ്ട് ഒരുപാട് ലൂസായിട്ട് എടുത്ത് വയ്ക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മളിത് കയ്യിൽ കൊണ്ട് ഒന്നിങ്ങനെ എടുക്കുമ്പം കുറച്ചിങ്ങനെ ഒരു ഗ്രേവി പോലെ വരുമല്ലോ, ആ ഒരു പാകത്തിനായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ ഉപ്പിൻ്റെ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഉപ്പ് കുറവ് തോന്നുക വെച്ചാൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അത് നമ്മളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് നാവിൽ തൊട്ട് നോക്കിയിട്ട്, അല്ല വെച്ചാൽ ഉപ്പ് നന്നായിട്ട് കൂടുതൽ വരും. കാരണം മാങ്ങയിലേക്ക് നന്നായിട്ട് ഉപ്പ് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരാഴ്ചയൊക്കെ നമ്മൾ ഈ ഉപ്പിലിട്ടാണല്ലോ വയ്ക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മാങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് മാങ്ങ ഉണ്ടാക്കുക വെച്ചാൽ ഒരു കുഴപ്പവും വരില്ല കേട്ടോ. കാരണം ഇത് പൂത്തു പോകാനുള്ള മെയിൻ കാരണം വെള്ളത്തിൻ്റെ അംശമാണ്. അതായത് നമ്മൾ എന്താ വെച്ചാൽ എടുക്കുന്ന പാത്രം, അതുപോലെ തന്നെ നമ്മൾ ഇത് ഇളക്കുന്ന തവി, അതിനകത്തൊക്കെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത് പൂത്തു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം കൈ തൊടാതിരിക്കുക. എത്ര നമ്മൾ കൈ വാഷ് ചെയ്താലും കണിമാങ്ങ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊടാതെ ഉണ്ടാക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വയ്ക്കാം. ഈ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഈ കണ്ണിമാങ്ങയൊക്കെ തയ്യാറാക്കി വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് കഴിയുമ്പം അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഈ കടുമാങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ മാറും. ശരിക്കും വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തയ്യാറാക്കുമ്പം എന്തെങ്കിലും അബദ്ധം വരുമ്പോഴാണ് ഈ അച്ചാറുകൾ പൂത്തു പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ധൃതി പിടിച്ചൊന്നും ഉണ്ടാക്കരുത്. നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ഉണ്ടാക്കി വെക്കുന്ന ഒന്നാണ് കേട്ടോ ഇതുപോലത്തെ കണ്ണിമാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും എന്ത് അച്ചാറുകളാണെങ്കിലും. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട്, ഞാനിപ്പം ഇതുപോലെ ഒരു ബോട്ടിലിനകത്താണ് ആക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഭരണി ഉണ്ടെങ്കിൽ അതിലാക്കി വയ്ക്കുക. ഇവിടെ ഇപ്പം ഭരണി ഓൾറെഡി 2 എണ്ണത്തിൽ അമ്മ കണ്ണിമാങ്ങ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതുപോലത്തെ കുപ്പികളിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലാസിൻ്റെ കുപ്പി എടുക്കുക. പൊട്ടുന്ന ചില്ല് കുപ്പി ഉണ്ടല്ലോ, അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ആക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിതാ നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഒരു കഷ്ണം വാഴയില എടുക്കുക. വാഴയില എടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കുക. ഗ്യാസിൽ വെച്ചിട്ടേ ഒന്ന് വാടി കഴിയുമ്പം അതിൻ്റെ മുകളിലേക്ക് നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ കുറച്ചെടുത്തിട്ട് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കാനായിട്ട്. അത് ചൂടാക്കാതിരിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂത്തിട്ട് നമ്മൾ ആ ഇല എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ വെച്ച ഭാഗം നമ്മുടെ ആ ഒരു കണ്ണിമാങ്ങയിലേക്ക് ആകത്തക്ക രീതിയിൽ അതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇപ്പം തുണി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുണി വയ്ക്കുന്നവരും ഉണ്ടാവും കേട്ടോ, വയ്ക്കുന്നവർ അങ്ങനെ തന്നെ വെച്ചു. പക്ഷേ ഈ വാഴയില വെച്ചാലും മതി. നമ്മൾക്ക് കണ്ണിമാങ്ങയ്ക്കൊന്നും ഒരു പൂപ്പലും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഇരുന്നോളും. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ആ നല്ലെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, വെളിച്ചെണ്ണ ചേർക്കരുത്. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ നമ്മൾ മാങ്ങയിലേക്ക് നല്ലെണ്ണ ചേർത്ത് ഒന്നും ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഒന്ന് ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുണ്ടാക്കി ഉടനെ തന്നെ എടുക്കരുത് കേട്ടോ. ഇനി അങ്ങനെ എടുക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. നല്ലോണം ആ കണ്ണിമാങ്ങയിലേക്ക് ആ എരിവും കടുമാങ്ങയുടെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ദിവസം വേണം. സാധാരണ നമ്മൾ എടുക്കുക ഉടനെയല്ല, അടുത്ത വർഷമൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഈ കണ്ണിമാങ്ങ എടുക്കാറുള്ളത്. അപ്പോൾ ഇനി കണ്ണിമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടവും, കേടായി പോകുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.